വെൽക്കം ടു ചോക്ക് ബോക്സ്. എല്ലാവർക്കും ചോക്ക് ബോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കോവിഡ് കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം സ്കൂളുകളിലൊന്നും റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്നില്ല. കുട്ടികളെല്ലാവരും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ കുറച്ചൊക്കെ കാണുന്നുണ്ട്. ചിലരൊക്കെ സ്കൂളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ വീഡിയോ ക്ലാസ്സുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ 10th പഠിക്കുന്ന കുട്ടികൾക്ക് മാത്തമാറ്റിക്സിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ട്. കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ്, അതിന് തുടർച്ചയായിട്ട് വരുന്ന നാലാമത്തെ ചാപ്റ്റർ രണ്ടാംകൃതി സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ രണ്ട് ചാപ്റ്റേഴ്സിലുള്ള വീഡിയോസ് ഓൾറെഡി നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുത്തു. കുറെ കുട്ടികൾ അത് കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള കുറെ കുട്ടികൾ ഇനിയും അത് കാണാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഒരുപാട് വലിയൊരു ചാപ്റ്ററാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. പക്ഷേ ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കൺസെപ്റ്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, കുറച്ചേ പഠിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആകെ കൺസെപ്റ്റ്സ് ഏതാണ്ട് ഒരു 30 മിനിറ്റ് വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസിൽ പലതും നമ്മൾ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതുമാണ്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ്. 30 മിനിറ്റിനുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാം. വാട്ട് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കാം. 5, 8, 11, 14 എക്സെട്ര. ഒരു സമാന്തര ശ്രേണിക്ക് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന 5, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്ന് പറയാം. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്ന് പറയാം. നമ്മൾ അതിനെ എഫ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്നുള്ള രീതിയിൽ x1 എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യുന്നു. x1 എന്ന് പറയുന്ന ലെറ്റർ. ഇനി 5നോട് നമ്മളോട് എത്ര കൂട്ടിയിരിക്കുന്നത്? 3 ആണ് കൂട്ടിയത്. സോ 5നോട് 3 കൂട്ടി 8, 8നോട് 3 കൂട്ടി 11, 11നോട് 3 കൂട്ടി 14. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പർ ആഡ് ചെയ്തു. കോമൺ ആയിട്ട് നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്തു. അതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. പൊതു വ്യത്യാസം എന്ന് പറയുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന ലെറ്റർ ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്കൊരു ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിനോട് നമ്മൾ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു? ഫോർത്ത് ടേം കിട്ടാൻ 1 തവണ, 2 തവണ, 3 തവണ. ഫസ്റ്റ് ടേമിനോട് 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ ഫോർത്ത് ടേം കിട്ടി. ഫോർത്ത് ടേമിന് വേണ്ടിയിട്ട് ഞാനിപ്പോ x4 എന്ന് എഴുതുന്നു. സോ x4 കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഫസ്റ്റ് ടേമിനോട് 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. 10th ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിനോട് 9 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണം? കോമൺ ആയിട്ട് ഒരു എക്സ്പ്രഷൻ വേണം. ഓക്കെ, ഒരു ടേം കാണാൻ കോമൺ ആയിട്ട് ഒരു എക്സ്പ്രഷൻ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു എക്സ്പ്രഷനിലേക്ക് പോവാണ്. സോ nth ടേം ഈക്വൽസ് nth ടേം അഥവാ n-ാം പദം സമം f plus n-1 into d. nth ടേം ഈക്വൽസ് f plus n-1 into d. അത് എവിടുന്നാണ് നമുക്ക് വന്നത്? ഇവിടുന്നാണ് കിട്ടിയത്. കാരണം 10ാം പദം കാണാൻ നമ്മൾ എന്താ ചെയ്തത്? ആദ്യ പദത്തിനോട് 10 - 1 9d കൂട്ടി. 4ാം പദം കാണാനോ ആദ്യ പദത്തിനോട് 4 - 1 3d കൂട്ടി. അപ്പൊ n-ാം പദം കാണാൻ വേണ്ടിയിട്ട് n-1 into d നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇതിന് നമ്മൾ ബീജഗണിത രൂപം എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ബീജഗണിത രൂപം അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നു. ആൾജിബ്രിക് എക്സ്പ്രഷൻ. സോ ഇതിനെ നമുക്ക് ഒന്നും കൂടെ സിമ്പിൾ ആക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ആ മെത്തേഡ് ആണ് പറയുന്നത്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ f plus d into n dn d into -1 minus d. സോ dn നമ്മൾ ആദ്യം എഴുതുന്നു. dn plus f minus d. ഇതാണ് എന്ത്? ബീജഗണിത രൂപം അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ. സോ ഇതിലെ ഫസ്റ്റ് പോയിന്റ്, ചാപ്റ്ററിലെ ഫസ്റ്റ് പോയിന്റ് അതിന്റെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ് എന്നാണ്. f plus n-1 into d അല്ലെങ്കിൽ dn plus f minus d. എന്താണ് ഇതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ? ശ്രദ്ധിക്കാം. നമുക്കിപ്പോ 3, 9, 15 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ എന്താ കണ്ടുപിടിക്കണം? ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. സോ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ f equals 3, d equals 6 നമ്മൾ എടുക്കുന്നു. സോ dn എന്ന് പറഞ്ഞാൽ 6n. f എത്രയാണ്? 3 ആണ്. സോ f minus d 3 minus 6. സോ 3 minus 6 എത്രയാണ്? -3. അപ്പൊ 3, 9, 15 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ 3, 9, 15 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ 6n - 3 ആണ്. എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ? ആൾജിബ്രിക് എക്സ്പ്രഷൻ കൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക?
ബീജഗണിത രൂപം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കാം. ഈ സമാന്തര ശ്രേണിയുടെ 3, 9, 15 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ 20-ാം പദം കാണണം. 3, 9, 15 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ 20-ാം പദം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ 6n - 3 എന്ന് പറയുന്ന ആൾജിബ്രിക് എക്സ്പ്രഷനിൽ n ന്റെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ മതി? 20 കൊടുത്താൽ മതി. സോ 20-ാം പദം ഈക്വൽസ് എത്രയായിരിക്കും? 6 × 20 - 3. 6 × 20 120. So 120 - 3 117. 120 - 3 117. അപ്പോൾ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് പോകുന്നു. ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, രണ്ട് പദങ്ങൾ തന്നാൽ നമുക്ക് എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും? Two terms are given. How could we find the common difference? Common difference നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനുള്ള ഇക്വേഷൻ ആണ് xn എന്നിവയാണ് രണ്ട് പദങ്ങളെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് d ഈക്വൽസ് xm - xn ഡിവൈഡഡ് ബൈ m - n ആയിരിക്കും. xm - xn ഡിവൈഡഡ് ബൈ m - n. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിന്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ തോന്നും. സോ നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോകാം. ക്വസ്റ്റ്യൻ പറയുകയാണ്, ഒരു സമാന്തര ശ്രേണിയുടെ 6-ാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ 6-ാം പദം 40 ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ 6-ാം പദം 6th term equals 40 and 11th term equals 70. 11th term 70 ആണ്. Find the AP. Find AP. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സോ ഒരു സമാന്തര ശ്രേണി എഴുതണമെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ വേണം? ആദ്യപദം വേണം, പൊതുവ്യത്യാസം വേണം, ഫസ്റ്റ് ടൈം വേണം, കോമൺ ഡിഫറൻസ് വേണം. സോ നമുക്ക് ഇവിടെ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. അപ്പൊ d കണ്ടുപിടിക്കാൻ ഇക്വേഷൻ xm - xn. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പദങ്ങൾ എത്രാം പദങ്ങളാണ്? 11-ാം പദം, 6-ാം പദം. അപ്പൊ d കാണാൻ വേണ്ടിയിട്ട് 11-ാം പദം മൈനസ് 6-ാം പദം ഡിവൈഡഡ് ബൈ 11 - 6 ചെയ്യുക. 11-ാം പദം മൈനസ് 6-ാം പദം ഡിവൈഡഡ് ബൈ 11 - 6. സോ 11-ാം പദം ഇവിടെ 70 ആണ്, 6-ാം പദം 40 ആണ്. 70 - 40 ഡിവൈഡഡ് ബൈ 5. 70 - 40 ഡിവൈഡഡ് ബൈ 5. 30/5 സമം 6. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 6 കിട്ടി. കോമൺ ഡിഫറൻസ് 6 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ള ടൈം എത്രയാണ്? 6-ാമത്തെ ടേം കയ്യിലുണ്ട്. 6-ാമത്തെ ടേം ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 5 തവണ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. ആണല്ലോ. 1-ാം പദത്തിനോട് 5 തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 6-ാം പദം കിട്ടുക. 1-ാം പദത്തിനോട് 1 തവണ കൂട്ടിയ 2-ാം പദം, 2 തവണ കൂട്ടിയ 3-ാം പദം, അങ്ങനെ 1-ാം പദത്തിനോട് 5 തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 6-ാം പദം കിട്ടുക. അപ്പൊ 6-ാം പദത്തിൽ നിന്ന് 1-ാം പദം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം. സോ ഫസ്റ്റ് ടൈം ഈക്വൽസ് 6th ടൈം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 40 ആണ്, പൊതുവ്യത്യാസം 6 ആണ്. 40 മൈനസ് 5 ഇൻറ്റു d. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈം ആയിരുന്നു. 6th ടൈം മൈനസ് 5d. അപ്പൊ ഫസ്റ്റ് ടൈം കാണാൻ 40 മൈനസ് 5 ഇൻറ്റു 6. 5 ഇൻറ്റു 6 30 ആണ്. 40 മൈനസ് 30 ഈക്വൽസ് 10. 40 മൈനസ് 30 ഈക്വൽസ് 10. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സമാന്തര ശ്രേണി എങ്ങനെ എഴുതാം? കോമൺ ഡിഫറൻസ് 6 ആണ്. ആദ്യ പദം 10 ആണ്. 10, 16, 22 എക്സെട്ര. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക, സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ശ്രദ്ധിക്കുക, n പദങ്ങളുടെ തുക ഞാൻ Sn എന്ന് എഴുതും. Sn ഈക്വൽസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയാം. 10, 14, 18 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയിലെ 10 പദങ്ങളുടെ തുക കാണാം. ഈ സമാന്തര ശ്രേണിയിലെ 10 പദങ്ങളുടെ തുക. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് പോകുന്നു. n ന് പകരം 10 ആണ്. 10 പദങ്ങളുടെ തുക. അപ്പൊ n ന്റെ വാല്യൂ എത്രയാണ്? 10. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? സം ഓഫ് 10 ടേംസ്. 10 പദങ്ങളുടെ തുക സമം 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് അവസാന ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണ് വരുന്നത്? 10th ടേം. സോ ഫസ്റ്റ് ടേം പ്ലസ് 10th ടേം. 10th ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. സോ ആൾജിബ്രിക് എക്സ്പ്രഷൻ xn ഈക്വൽസ് dn പ്ലസ് f മൈനസ് d വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ d 4 ആണ്, f 10 ആണ്. സോ 4n പ്ലസ് 10 മൈനസ് 4 ഈക്വൽസ് 4n പ്ലസ് 6 ആണ്. സോ 10th ടേം കാണുമ്പോൾ n എത്ര കൊടുക്കും? നമ്മൾ n ന് കൊടുക്കുന്ന വാല്യൂ 10 ആണ്. സോ 4 into 10 plus 6 equals 46. അപ്പൊ 10 പദങ്ങളുടെ തുക 10/2 ഇൻറ്റു ആദ്യ പദം 10 ആണ്, 10-ാം പദം 46 ആണ്. സോ 10/2 5 കിട്ടും. 5 ഇൻറ്റു 56, 5 ഇൻറ്റു 56 280.
280 ആണ് തുക കിട്ടുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സോ ലാസ്റ്റ് ടേം കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൽ n ന്റെ വാല്യൂ ഇടുക. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റ് ടേമിനോട് 9 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോമൺ ഡിഫറൻസ്, അതായത് ഒരു 3/4 1/2 ആ രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞ സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക വെച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഏത് തരം ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം? എത്രത്തോളം വലിയ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പറയുവാണ് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന മൂന്നക്ക സംഖ്യകളുടെ തുക കാണുക. 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന മൂന്നക്ക സംഖ്യകളുടെ തുക കാണുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ചെയ്യുന്നത് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം ആദ്യ പദം അവസാന പദം ചെയ്യുക. n-ന് ആകെയുള്ള സംഖ്യകളുടെ എണ്ണം കൊടുക്കുക. ആദ്യ പദം അവസാന പദം വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ആൻസർ കിട്ടും. നമ്മൾ ചോക്ക് ബോക്സ് ചാനലിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 3ാമത്തെ വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ n കാണുന്ന വരെയുള്ള ഭാഗം ഇപ്പോഴും നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. 100-നും 999-നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് അഥവാ മൂന്നക്ക സംഖ്യ. ഇതിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ നമ്പർ അറിയാൻ 100-നെ നിങ്ങൾ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. സോ 100-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 14 വരും. ആൻസർ നിങ്ങൾക്ക് 14 ആണ് വരിക. റിമൈൻഡർ നിങ്ങൾക്ക് കിട്ടുക 2 ആണ്. ശിഷ്ടം നിങ്ങൾക്ക് കിട്ടുക 2 ആണ്. നിങ്ങൾ ഒന്ന് ഹരിച്ചു നോക്കാം. 100-നെ നിങ്ങൾ 7 കൊണ്ട് ഹരിച്ചാൽ 14 ഉത്തരം കിട്ടും. ശിഷ്ടം കിട്ടുന്നത് 2 ആണ്. സോ റിമൈൻഡർ 2 കിട്ടിയാൽ 7 കൊണ്ട് കറക്റ്റ് ആയിട്ട് പോകുന്ന നമ്പർ എത്രയായിരിക്കും? 100 - 2 98 ആയിരിക്കും. 100 - 2 98 ആയിരിക്കും. 98 ഒരു 3 ഡിജിറ്റ് നമ്പർ ആണോ? 98 ഒരു 3 ഡിജിറ്റ് നമ്പർ ആണോ? അല്ല. സോ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കാണാൻ വേണ്ടി 98-നോട് 7 കൂട്ടുക. 105 ആയിരിക്കും ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 100-നെ ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 999-നെ 7 കൊണ്ട് ഹരിക്കുന്നു. ഞാൻ ഹരിച്ചതിനെ കാണിച്ചുതരാം. 9-ൽ എത്ര തവണ? 1. സോ 7 റിമൈൻഡർ 2 29. 29-ൽ 4 ടൈംസ് വരുന്നുണ്ട്. 28 ആണ്. റിമൈൻഡർ 1. then 9. 19-ൽ എത്ര തവണ? 2 തവണ. 14. സോ റിമൈൻഡർ 5. അപ്പൊ നമുക്ക് അവസാനമായിട്ട് പോകുന്ന നമ്പർ കാണാൻ എന്താ ചെയ്യാം? 999-നെ 999-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശിഷ്ടം കിട്ടുന്നത് 5 ആണ്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശിഷ്ടം കിട്ടുന്നത് എത്രയാണ്? 5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 999-ൽ നിന്ന് 5 കുറയ്ക്കുന്നു. 999 5 കുറച്ചു 994. സോ ലാസ്റ്റ് നമ്പർ 994 ആണ്. ലാസ്റ്റ് നമ്പർ 994 ആണ്. ഇനി പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. ആദ്യ പദവും അവസാന പദവും കിട്ടിയാൽ പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഒരു ഇക്വേഷൻ n equals last term minus first term divided by common difference plus 1. n equals last term minus first term divided by common difference plus 1. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 994 minus 105 divided by 7 plus 1. സോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 889 divided by 7 plus 1 127 plus 1 128 കിട്ടും. എത്ര കിട്ടി? 128 കിട്ടി. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പറയുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ മറന്നു പോയിട്ടുണ്ടാവും. 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന മൂന്നക്ക സംഖ്യകളുടെ തുക കാണാനായിരുന്നു. സോ നിങ്ങൾക്ക് ആകെ 128 പദങ്ങൾ ഉണ്ടെന്ന് കിട്ടി. തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആയിരുന്നു. സോ n-ന്റെ വാല്യൂ 128. അപ്പോൾ 128/2 ഇൻറ്റു ഫസ്റ്റ് ടേം 105 ആണ്. ലാസ്റ്റ് ടേം 994 ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ തുക കാൽക്കുലേറ്റ് ചെയ്യാം. 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന മൂന്നക്ക സംഖ്യ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ചോക്ക് ബോക്സ് ചാനലിലെ 3ാമത്തെ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാവുന്നതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ രണ്ടും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. ഓക്കെ, ശ്രദ്ധിക്കാം. 5 8 11 14. 5 8 11 14. ഇവിടെ നമുക്ക് 4 ടേംസ് തന്നിട്ടുണ്ട്. ഈ 4 ടേംസിന്റെ സമ്മ് 38 ആണ്. നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. 38 ആണ്. ഇവിടെ നമുക്ക് ഒരു എളുപ്പവഴിയുണ്ട്. ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എത്ര വരുന്നത്? 5 14 19 ആണ്. 8 and 11 എത്ര കിട്ടി? 19. 8 and 11 വീണ്ടും എത്ര കിട്ടി? 19 കിട്ടി. അപ്പൊ ഇതും 19 ആണ്, ഇതും 19 ആണ്. അഥവാ 4 പദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഈക്വൽ ആയിട്ടുള്ള എത്ര ജോഡിയാക്കി മാറ്റാം? 2 ജോഡിയാക്കി മാറ്റാം.
ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എഴുതി നോക്കാം. ഞാനിപ്പോ ഒന്ന് എഴുതുവാണ്. 10, 12, 14, 16, 18, 20, 22, 24. 1, 2, 3, 4, 5, 6, 7, 8 ടേംസ്. ഒന്നാമത്തെ പദവും എട്ടാമത്തെ പദവും കൂട്ടുന്നു. 10 24 എത്ര കിട്ടുന്നത്? 34. ഹിയർ അഗൈൻ 34, വീണ്ടും 34, 14 and 20, 16 and 18, 34. അപ്പൊ 34 വെച്ചുള്ള 4 പെയറാണ് നമുക്ക് കിട്ടുക. ഇതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയാം. 4 പദങ്ങളുടെ തുക 100 ആയ 3 സമാന്തര ശ്രേണികൾ എഴുതുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 പദങ്ങളുടെ തുക 100 ആയ 3 സമാന്തര ശ്രേണികൾ എഴുതുക. സോ 4 പദങ്ങൾ x1, x2, x3, x4. ഈ 4 പദങ്ങളുടെ തുക 100 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ജോഡിയുണ്ട്? x1 and x4 ഒരു ജോഡിയാണ്, x2 and x3 ഒരു ജോഡിയാണ്. അപ്പൊ ഈ രണ്ട് ജോഡിയുടെ തുകയാണ് നമുക്ക് 100 കിട്ടുന്നത്. സോ 2 പെയറിന്റെ സമ്മാണ് നമുക്ക് 100 കിട്ടുന്നത്. അപ്പൊ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? ഒരു പെയറിന്റെ സം ഈക്വൽസ് 100/2 50. ഒരു പെയറിന്റെ സം 50 ആണ്. അത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ടൈം ഫോർത്ത് ടൈം കൂടി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 50. സെക്കൻഡ് ടൈം തേർഡ് ടൈം ആഡ് ചെയ്ത് കഴിഞ്ഞാലും 50. അപ്പൊ എങ്ങനെ നമുക്ക് ആൻസർ എഴുതാം? ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം എഴുതണ്ട, സെക്കൻഡ് ആൻഡ് തേർഡ് ടൈം എഴുതിയാൽ മതി. സോ 50 കിട്ടുന്ന രീതിയിൽ 24, 26 എഴുതാം. അപ്പൊ ബാക്കി എന്ത് ചെയ്താൽ മതി? 28, 22. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 20, 30 എഴുതാം. രണ്ടും ആഡ് ചെയ്താൽ എത്രയാണ്? 50 ആണ്. സോ ഇവിടെ എന്ത് ചെയ്യാം? 40, 10. ഇരട്ട സംഖ്യകളുടെ എണ്ണം, ഓക്കെ, ആകെ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഇവൺ ആണെങ്കിലാണ് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? പെയർ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി സംഖ്യകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ആകെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, 3 പദങ്ങൾ, 5 പദങ്ങൾ, 7 പദങ്ങൾ എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ 3 പദങ്ങളും 5 പദങ്ങളുള്ള ഓരോ സമാന്തര ശ്രേണികൾ എഴുതുകയാണ്. 4, 7, 10. ഓക്കെ, 3 പദങ്ങളാണ്. ഈ 3 പദങ്ങളുടെ തുക എത്രയാണ്? 4, 7, 11. 11, 10, 21. ആകെ 3 പദങ്ങളാണുള്ളത്. സോ അതിന്റെ ആവറേജ് കാണാൻ നമ്മൾ എന്തായിരുന്നു ചെയ്യുക? സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ഇവിടെ 3 പദങ്ങളാണ്, അവയുടെ തുക 21 ആണ്. സോ 21/3 7. അതാണ് ഇവിടെ എത്രാം പദമായിട്ട് കിട്ടുന്നത്? മധ്യപദമായിട്ട് കിട്ടുന്നത് 7 ആണ്. 5 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി എഴുതുവാണ്. 5, 7, 9, 11, 13. അപ്പൊ നമുക്ക് നിസ്സംശയം ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മിഡിൽ ടേം എത്രയാണ്? 9 ആണ്. സോ സം എത്രയായിരിക്കണം? ആകെ 5 ടേംസ് ആണ്. 9 × 5 45 ആയിരിക്കും. കൂട്ടി നോക്കുവാണ്. 5, 7, 12, 12, 9, 21, 21, 11, 32, 32, 13, 45. ആകെ പദങ്ങൾ എത്രയാണ്? 5. സോ മിഡിൽ ടൈം എത്രയാണ് വരിക? 45/5, 9. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. 5 പദങ്ങളുടെ തുക 100 ആയ 2 സമാന്തര ശ്രേണികൾ എഴുതുക. 5 പദങ്ങളുടെ തുക 100 ആയ 2 സമാന്തര ശ്രേണികൾ എഴുതുക. 2 അല്ല, 3 അല്ല, 4 അല്ല, നമുക്ക് എത്ര സമാന്തര ശ്രേണികൾ വേണമെങ്കിലും എഴുതാം. സോ 5 പദങ്ങളുടെ തുക എത്രയാണ്? 100 ആണ്. 5 പദങ്ങളാകുമ്പോൾ നമുക്ക് മധ്യപദം എത്രാമത്തെ പദമായിട്ടാണ് കിട്ടുക? 3ാമത്തെ പദമാണ്. സോ 3ാമത്തെ പദം എത്രയായിരിക്കും? 100/5. 3ാമത്തെ പദം കിട്ടുക 20 ആണ്. സോ 3ാം പദം 20. 3ാം പദം 20 വരുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? 20, 21, 22, 19, 18. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 20 മിഡിൽ വരുന്ന രീതിയിൽ 20, 25, 30, 15, 10. ഓക്കെ, നമുക്ക് ഇങ്ങനെ എത്ര ശ്രേണികൾ വേണമെങ്കിലും എഴുതാം. മിഡിൽ ടേം എന്ത് ചെയ്താൽ മതി? 20 ആക്കുക. കോമൺ ഡിഫറൻസ് 1, 2, 3, 4 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരാം? ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് 3-4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു ഹെക്സഗൺ, ഒരു പെന്റഗൺ, ഒരു ഷഡ്ഭുജത്തിലെ കോണുകളുടെ തുക, ഒരു പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക. അവ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക 540 ആണ്. നിങ്ങൾക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബഹുഭുജത്തിലെ കോണുകളുടെ തുക നിങ്ങൾക്കറിയാം n-2 × 180 ആണ്. ബഹുഭുജത്തിലെ കോണുകളുടെ തുക n-2 × 180 ആണ്. സോ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? ഒരു പഞ്ചഭുജത്തിലെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലാണ്. അവയിൽ ഏറ്റവും ചെറിയ കോൺ 100 ഡിഗ്രിയാണ്. മറ്റു കോണുകൾ കാണുക. ഏറ്റവും ചെറിയ കോൺ 100 ഡിഗ്രിയാണ്. മറ്റു കോണുകൾ കാണുക. എങ്ങനെ ചെയ്യാൻ പറ്റും? പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക. സോ 5 വശങ്ങളാണ്, 5 ആംഗിളുകളാണ്. സോ 5 കോണുകളുടെ തുക 540 കിട്ടും. 5 - 2 × 180. അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താണ്? മധ്യപദം കണ്ടുപിടിക്കാം. സോ മിഡിൽ ടേം കണ്ടുപിടിക്കാം. 5 പദങ്ങളാകുമ്പോൾ മിഡിൽ ടേം എത്രാമത്തെ ആയിരിക്കും? 3ാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം. സോ 3ാമത്തെ ടേം x3 ഈക്വൽസ് എത്രയായിരിക്കും? സം 540 ആണ്. 540/5 108. 1ാം പദം, ഏറ്റവും ചെറിയ പദം 100 ആണെന്ന് നമുക്ക് കിട്ടിയിരുന്നു.
മൂന്നാം പദം 108 കിട്ടി. ഒന്നാം പദവും മൂന്നാം പദം കിട്ടിയാൽ നമുക്ക് സമാന്തര ശ്രേണി എഴുതാലോ. ഓക്കെ, ഇതുപോലെ ഷഡ്ഭുജത്തിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഷഡ്ഭുജത്തിലെ കോണുകൾ, ഒരു ഹെക്സഗൺ, ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 സൈഡാണ്. ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ ആർ ഇൻ AP. ഇഫ് ദ ലോവസ്റ്റ് ആംഗിൾ ഈസ് 105 ഡിഗ്രി, ഫൈൻഡ് ഓൾ അതർ ആംഗിൾസ്. ഒരു ഷഡ്ഭുജത്തിലെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലാണ്. ഇവയിൽ ഏറ്റവും ചെറിയ കോൺ 105 ഡിഗ്രി ആണെങ്കിൽ മറ്റു കോണുകൾ കണ്ടെത്തുക. എങ്ങനെ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കാം. x1, x2, x3, x4, x5, x6 ഇതായിരിക്കും 6 കോണുകൾ. സോ 6 കോണുകളുടെ തുക, നമുക്ക് ബഹുഭുജത്തിലെ കോണുകളുടെ തുക, പോളിഗണിലെ ആംഗിൾസിന്റെ സം കാണാനുള്ള ഇക്വേഷൻ n-2 × 180 ആണ്. സോ n എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 - 2 × 180, 4 × 180 കിട്ടും. 4 × 180 720 ആണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മധ്യപദം എന്നൊന്നും പറയരുത്, കാരണം ഇവിടെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. സോ ഇവൻ നമ്പർ ആണ്. ഇവൻ നമ്പർ ആകുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ജോഡിയാക്കാൻ പറ്റും. ഒന്നാം പദവും 6ആം പദവും ജോഡിയായിരിക്കും. രണ്ടാം പദവും 5ആം പദവും ജോഡിയായിരിക്കും. മൂന്നാം പദവും 4ആം പദവും ജോഡിയായിരിക്കും. അതിനുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. ഏറ്റവും ചെറിയ കോൺ 105 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യ പദം 105 ആണ്. ഒന്നാം പദം 105 ആണ്. 6 പദങ്ങളുടെ തുക 720. 6 പദം എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ജോഡി വരും? 3 ജോഡിയുടെ തുകയാണ് 720. സോ നമുക്ക് എന്ത് എഴുതാം? 3 പെയറിന്റെ സമ്മാണ് 720. അപ്പോൾ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? ഒരു പെയറിന്റെ സം വരിക 720/3 = 240. ഒരു പെയറിന്റെ സം നമുക്ക് 240 കിട്ടി. ഒരു ജോഡിയുടെ തുക 240 ആണ്. ഒന്നാം പദവും 6ആം പദവും ജോഡിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഒന്നാം പദം പ്ലസ് 6ആം പദം സമം 240 എന്ന് കിട്ടും. ഒന്നാം പദം 105 ആണ്. സോ 105 പ്ലസ് x6 = 240. സോ x6 = 240 - 105 = 135. ഒന്നാം പദം നമുക്ക് 105 കിട്ടി. 6ആം പദം 135 കിട്ടി. ഒന്നാം പദം 6ആം പദം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കാണാൻ പറ്റും. ആ കോമൺ ഡിഫറൻസ് കണ്ടതിന് ശേഷം ആ AP നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ചോക്ക് ബോക്സ് ചാനലിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 4-5 വീഡിയോസിലായിട്ട് പഞ്ചഭുജവും ഷഡ്ഭുജവും ഇട്ടിട്ടുണ്ട്, പെന്റഗണും ഹെക്സഗണും ഇട്ടിട്ടുണ്ട്. കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തുക കാണാനുള്ള സമവാക്യം പറഞ്ഞ സം ഓഫ് n ടേംസ് പറഞ്ഞിരുന്നു. n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വളരെ കൂടുതൽ പേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾക്ക് തരും. അതിലെ ഒരു ഫസ്റ്റ് 20 ടേംസും നെക്സ്റ്റ് 20 ടേംസും തമ്മിലുള്ള സമ്മിലെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഒരു സമാന്തര ശ്രേണിയാണ്. അതിലെ ആദ്യത്തെ 20 പദങ്ങളുടെയും അടുത്ത 20 പദങ്ങളുടെയും തുകകളിലെ വ്യത്യാസം കാണാം. നമുക്ക് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്തു നോക്കാം. 6, 10, 14, 18 etc. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ? ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഫസ്റ്റ്, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ 20/2 × ഫസ്റ്റ് ടേം പ്ലസ് 20ാമത്തെ ടേം യൂസ് ചെയ്താൽ മതി. സോ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 6, 10, 14 അതിന്റെ ബീജഗണിത രൂപം എഴുതുവാണ്. ഇവിടെ d = 4 ആണ്, f = 6 ആണ്. സോ dn + f - d നമ്മൾ ചെയ്യുന്ന സമയത്ത് 4n + 2 ആണ് ഇതിന്റെ ബീജഗണിത രൂപം വരുന്നത്. 4n + 2. സോ 20ാമത്തെ പദം കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 20ാമത്തെ പദം കാണാൻ 4 × 20 + 2 കൊടുത്താൽ മതി. 4 × 20 + 2 82. പൊതുവ്യത്യാസം നമുക്ക് കിട്ടിയ 4 ആണ്. അപ്പൊ 21ാമത്തെ പദം എത്രയായിരിക്കും? 86 ആണ്. 40ാമത്തെ പദം എത്രയായിരിക്കും? 4 × 40 + 2. 4 × 40 + 2 എന്ന് പറഞ്ഞാൽ 162 ആയിരിക്കും. 162. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ടേംസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നാം പദം കണ്ടുപിടിച്ചിട്ടുണ്ട്, 20ാം പദം കണ്ടുപിടിച്ചിട്ടുണ്ട്, 21ാം പദം, 40ാം പദം കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 മുതൽ 20 വരെയുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ശ്രേണി. സോ അതിലെ 20 പദങ്ങളുടെ തുക കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 20/2 × 6 + 82 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. 20/2 എത്രയാണ്? 10. സോ 10 × 88 ആൻസർ 880 കിട്ടും. 880. 880. ഇവിടെ അടുത്ത 20 പദങ്ങൾ എന്ന് പറഞ്ഞാലോ 21 തൊട്ട് 40 വരെയാണ്. സോ അതിലും ആകെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. അവിടെ സമ്മ കാണാൻ നമുക്ക് 20/2 × ഫസ്റ്റ് ടേം 86 ആണ്, ലാസ്റ്റ് ടേം 162 ആണ്. സോ 86 + 162 നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, 248 കിട്ടും. 10 × 248 2480 കിട്ടും. ആദ്യ 20 പദങ്ങളുടെ തുക 880 കിട്ടി. അടുത്ത 20 പദങ്ങളുടെ തുക 2480 കിട്ടി. സോ 2480 മൈനസ് 880 സോൾവ് ചെയ്ത് നോക്കുക. 1600 1600 നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും.
ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ കാണിച്ചു. ഇവിടെ നമ്മൾ ആദ്യത്തെ 20 പദങ്ങളെയും അടുത്ത 20 പദങ്ങളെയും രണ്ട് സമാന്തര ശ്രേണിയായിട്ട് രണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് എഴുതാൻ പോവാണ്. സോ ആദ്യത്തേത് 6, 10, 14, 18 എക്സെട്ര. രണ്ടാമത് വരുമ്പോൾ ആദ്യത്തെ പദം വരുന്ന 86 ആണ്. സോ 86, 90, 94, 98 എക്സെട്ര. ശ്രദ്ധിക്കാം, ഇവിടുത്തെ ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6ഉം 86 തമ്മിലുള്ള ഡിഫറൻസ് 80 ആണ്. സെക്കൻഡ് ടേം തമ്മിലുള്ള ഡിഫറൻസ് 10ഉം 90ഉം അഗൈൻ 80 ആണ്. തേർഡ് ടേം തമ്മിലുള്ള ഡിഫറൻസ് 80 ആണ്. സോ എവറി ടേം, എല്ലാ ടേംസും ഒരു 80 ഡിഫറൻസിൽ 80 ഡിഫറൻസിലാണ് അവിടെ നിൽക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 20 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 20 ആണ്. ഓരോ പദങ്ങളും ഈ രണ്ട് സമാന്തര ശ്രേണി എടുത്താൽ ഓരോന്നിനെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടേംസ് 80 വ്യത്യാസത്തിലാണ്. സോ ആകെ പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് എഴുതാം? 20 × 80. 20 × 80 1600. 1600. ഇതൊരു ഇക്വേഷൻ ലെസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ മാത്രമേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇക്വേഷൻ n²d. n²d. നമുക്ക് ആകെ 20 പദങ്ങളാണ്. ആദ്യത്തെ 20, അടുത്ത 20. സോ n² മീൻസ് 20² × 4. സോ 400 × 4 1600. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ്. ഈ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ നമ്മൾ ഈ ചാപ്റ്ററിലെ 8ാമത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്. ഒറ്റ സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകളുടെ തുക, എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകൾ നമ്മൾ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. സോ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആണ്. ഒറ്റ സംഖ്യകളുടെ തുക അഥവാ ഓഡ് നമ്പേഴ്സിന്റെ സം n² ആണ്. ഇരട്ട സംഖ്യകളുടെ തുക അഥവാ ഇവൺ നമ്പേഴ്സിന്റെ സം, ഇവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്. ഈ 3 ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് വെച്ചുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലും ഇനി വരാൻ പോകുന്ന 4ാമത്തെ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഒരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ടൈപ്പ് വരുന്ന ശ്രേണി. ഈ ശ്രേണികൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇവിടെ ആദ്യത്തെ ശ്രേണിയിൽ ഒരു ടേം ആണുള്ളത്, രണ്ടാമത്തെ ശ്രേണിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3 ആണ്, നാലാമത്തെ വരിയിൽ 4 ആണ്. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? ഇതിൽ ആദ്യത്തെ 20 വരികളിൽ എത്ര പദങ്ങളുണ്ട്? ആദ്യത്തെ 20 വരികളിൽ എത്ര പദങ്ങളുണ്ട്? ഇനി അതിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിൽ ഇതിലെ 20ാം വരിയിലെ പദങ്ങളുടെ തുക കാണുക. 20ാം വരിയിലെ പദങ്ങളുടെ തുക കാണുക. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ വരിയിൽ ഒരു പദമാണുള്ളത്, രണ്ടാമത്തെ വരിയിൽ 2 പദമാണ്, മൂന്നാമത്തെ വരിയിൽ 3 പദമാണ്, നാലാമത്തെ വരിയിൽ 4 പദമാണ്. സോ ഇങ്ങനെ പോയിട്ട് 20ാമത്തെ വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാവും? 20 പദങ്ങൾ ഉണ്ടാവും. 19ാമത്തെ വരിയിൽ 19 പദങ്ങൾ ഉണ്ടാവും. 19ാമത്തെ വരിയിൽ 19 പദങ്ങൾ ഉണ്ടാവും. ശ്രദ്ധിക്കാം, ഒരു വരിയാകുമ്പോൾ ആകെ എത്ര പദങ്ങളായി? 1. 2 വരികൾ കഴിയുമ്പോഴോ 1 + 2 3 പദങ്ങളായി. 3 വരികൾ കഴിയുമ്പോഴോ 1 + 2 + 3 6 പദങ്ങളായി. സോ നാലാമത്തെ വരിയിൽ ആദ്യത്തെ പദം എത്രയായിരിക്കും? 7. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 2 വരി കഴിയുമ്പോൾ 1 + 2 3 പദങ്ങൾ കഴിഞ്ഞു. അപ്പൊ മൂന്നാമത്തെ വരിയിൽ ആദ്യത്തെ പദം എത്രയാണ്? 3 + 1 4, അഥവാ 4ാം പദമാണ്. ശ്രദ്ധിക്കുക, 4ാം പദമാണ്. 4ാം പദമാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 20ാം വരിയിലെ ആദ്യത്തെ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? 19 വരിയിലെ പദങ്ങളുടെ തുക കാണുക. 19 വരിയിലെ പദങ്ങളുടെ എണ്ണം കാണുക. ശ്രദ്ധിക്കുക, 19 വരിയിലെ പദങ്ങളുടെ എണ്ണം കാണുക. സോ ഫസ്റ്റ് വരിയിൽ ഒരു പദം, സെക്കൻഡ് വരിയിൽ 2 പദം, തേർഡ് വരിയിൽ 3 പദം. സോ 19ാമത്തെ വരിയിൽ 19 പദമായിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണൽ സംഖ്യകളുടെ തുക യൂസ് ചെയ്യാം, നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. അപ്പൊ 19 വരിയിലെ ആകെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 + 2 + 3 + etc. up to 19 ചെയ്താൽ മതി. 19 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ n × n+1/2 ആയിരുന്നു. 19 × 20/2. 2ഉം 20 നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. സോ 19 × 10 190. നമ്മൾ പറഞ്ഞിരിക്കുന്ന 1 2 3 4 5 6 എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന സ്പെഷ്യൽ സീക്വൻസിലെ 19 വരികളിലായിട്ട് ആകെ 190 പദങ്ങളുണ്ട്. അപ്പൊ 20ാം വരിയിലെ ആദ്യത്തെ പദം എത്രാമത്തെ പദമായിരിക്കും? 191ാമത്തെ പദമായിരിക്കും. നമുക്ക് അപ്പൊ ആ പദത്തിന് എന്താ എഴുതാം? 20ാം വരിയിലെ ആദ്യത്തെ പദം 191ാമത്തെ പദമാണ്. രണ്ടാമത്തെ പദമോ 192ാമത്തെ പദമാണ്. അങ്ങനെ ആ വരിയിൽ ആകെ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും? 20 പദങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാം വരിയിൽ ഒരു പദമാണ്, രണ്ടാം വരിയിൽ 2 പദമാണ്,
മൂന്നാം വരിയിൽ 3 പദമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 20ാമത്തെ വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാവും? 20ാമത്തെ വരിയിൽ 20 പദം. സോ 191, അഥവാ നമുക്ക് 19 വരിയിൽ 190 ആണ് കിട്ടിയത്. അപ്പൊ 20 വരി എൻഡ് ചെയ്യുമ്പോൾ 190നോട് എത്ര കൂട്ടണം? 20 കൂട്ടണം 210. സോ ഇവിടെ അവസാനത്തെ പദം 210ാം പദമായിരിക്കും. 210ാം പദം. നിങ്ങളിവിടെ നോക്കിയാൽ ഒന്നാം പദം 1 ആണ്, രണ്ടാം പദം 2 ആണ്, മൂന്നാം പദം 3 ആണ്. അപ്പൊ 191ാം പദം എത്രയായിരിക്കും? 191 തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് വരി എന്താ കിട്ടുക? 191, 192, 193 എക്സെട്ര 210. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 20 പദങ്ങളുടെ തുകയാണ് നിങ്ങളോട് കാണാൻ പറയുന്നത്. സോ ഈ 20 പദങ്ങളുടെ തുക കാണാൻ 20/2 ഇൻറ്റു 191 പ്ലസ് 210. 20/2 10 ആണ്. സോ 10 ഇൻറ്റു 401 4010. ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ സീക്വൻസ് ആണ്. ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. 1 2 3 എന്ന് പറയുന്നതിന് പകരം 4 7 10 13 16 19 എന്നുള്ള രീതിയിൽ ഒരു ഡിഫറെന്റ് AP വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഈ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിലെ 7th വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും നോക്കിയ കാര്യങ്ങൾ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് റിവിഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കമന്റ് ചെയ്താലും മതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.